ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണെന്ന് കരുതി ഇങ്ങനെയൊന്നും പറയരുത് അച്ഛാ. അതിന് അമ്മാവൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ അമ്പിളി. സുശീല ആന്റി കടയ്ക്ക് 50 ലക്ഷം രൂപ വരെ തരാന്ന് പറഞ്ഞോണ്ടല്ലേ നീ അവരെ അകത്ത് വിളിച്ചിട്ട് ചായ കൊടുത്തേ. നീ ഇടവിട്ടില്ലായിരുന്നെങ്കിലേ അമ്മാവൻ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ അവരെ ഇറക്കി വിട്ടേനെ. അതെ, അവരത്രയും കാശ് മുടക്കാൻ തയ്യാറാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ അവരെ വിളിച്ചിരുത്തി സൽക്കരിച്ചത്. അതിനിപ്പോ എന്താ തെറ്റ്? അച്ഛൻ അനുപമയ്ക്ക് വേണ്ടി 50 ലക്ഷം രൂപ മുടക്കി വീട് വെച്ചു കൊടുത്തില്ലേ? അപ്പൊ അവളുടെ ഷോപ്പിന് അത്രയും കാശ് കിട്ടിയാ അച്ഛൻ അത് വാങ്ങി രഘുവേട്ടന് തരുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ തറവാട് ഭാഗം വെച്ച് രഘുവേട്ടന്റെ കാര്യം നടത്താമെന്ന് അച്ഛൻ പറഞ്ഞ അതെപ്പ നടക്കാനാ? അതിനിയും ഗണപതി കല്യാണം പോലെ നീണ്ടു നീണ്ടു പോവേ ഉള്ളൂ. അമ്പിളി മതി, എന്റെ ഉള്ളിലിരിപ്പ് നീ തുറന്നു പറഞ്ഞല്ലോ, അത് മതി. ഇപ്പോഴത്തെ അവസ്ഥയില് നീ അതിൽ കൂടുതലൊന്നും പറയണ്ട. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം രഘുവേട്ട. പിന്നെ പറയാത്തതിന്റെ പേരില് ആരും നമ്മളെ മറന്നു പോരുതെന്ന് മാത്രമേ ഉള്ളൂ. വിഷമിക്കാതെ, നീ വിഷമിക്കാതെ. രഘുവിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമെടുക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് വെറുമ്പാക്കായിരുന്നില്ല അമ്പിളി. അച്ഛൻ മനസ്സ് വെച്ചാലും ഞങ്ങൾക്ക് കൂടി യോഗം ഉണ്ടെങ്കിലല്ലേ അച്ഛ അതൊക്കെ നടക്കും. വിഷു കഴിയട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. വിഷു കഴിയുമ്പോഴേക്കും പുതിയ പ്രശ്നം വന്നില്ലേ? ഇനി മഞ്ചാടിയുടെ കാര്യം ഓർത്തുള്ള വിഷമത്തിനിടയിൽ എന്ത് നടക്കാനാ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടച്ച. ആ കട ഇന്ദ്രന് വിട്ടുകൊടുത്ത സുശീലാന്റി മഞ്ചാടി എവിടെ എത്തിച്ചേരുമെങ്കിൽ ഈ അവസാന നിമിഷമെങ്കിലും അച്ഛനും അനുവും കൂടി അതേക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. അല്ലാതെ ആ ആന്റി മഞ്ചാടിയുടെ കല്യാണം നടത്തിയ നമുക്ക് നമ്മുടെ കൊച്ചിനെ നഷ്ടപ്പെടും, കുടുംബത്തിന് നാണക്കേടുമാവും. അത് തന്നെ മോളെ നടക്കാൻ പോകുന്നത്. അതും ഈ നാട്ടിൽ വെച്ച്, നമ്മുടെ അമ്പലത്തിൽ വെച്ചാ സുശീല താലികെട്ട് നടത്താൻ പോകുന്നത്. ദൈവം അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ നാളെ ഈ നാട്ടുകാരുടെ മനസ്സിൽ അനന്തമാഷയെക്കുറിച്ചുള്ള ധാരണ മറ്റൊന്നായിരിക്കും. അതിനെ അതിജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം ഞാൻ. അതുകൊണ്ട് നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടുന്നത് വരെ വേറൊന്നും പറഞ്ഞ് അച്ഛന്റെ മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കില്ലേ മക്കളെ?